തലസ്ഥാനത്ത് റോഡിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടയാൾക്ക് രക്ഷകനായി ഗവർണർ. വെള്ളയമ്പലം സ്വദേശി ഗിരീഷിനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സഹായം നൽകിയത്. ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിനിടെ ഗിരീഷ് തലകറങ്ങി വീഴുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗവർണർ കാറിൽ നിന്നും പുറത്തിറങ്ങി ആശുപത്രിയിലേക്ക് മാറ്റുന്നടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് മടങ്ങിയത്. വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ശ്യാമേ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു 10-15 കാറുകളുള്ള വാഹനവ്യൂഹം കടന്നു പോകുന്ന, മനുഷ്യയൊന്നും നോക്കാണ്ട് കടന്നു പോകുന്ന മുഖ്യമന്ത്രിമാരുടെ നാടാണ്. അപ്പോൾ അത്തരത്തിലൊരു സംസ്ഥാനത്ത് ഇപ്പോൾ ഗവർണർ റോഡിൽ ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടയാളെ റോഡിൽ കണ്ടതോടെ വാഹനവ്യൂഹം നിർത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയ ശേഷം മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്രത്തോളം ഒരു മാനുഷിക പരിഗണന അദ്ദേഹം നൽകുകയുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ ശ്യാം. അമൽ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഗവർണറുടെ വാഹനവ്യൂഹം ലോക് ഭവന് പുറത്തേക്ക് വരുന്നു. ഓണാഘോഷ പരിപാടികൾക്ക് പങ്കെടുക്കാനായി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ടാണ് ഗവർണർ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു വാഹനവ്യൂഹം പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് നിലവിൽ വെള്ളയമ്പലം സ്വദേശിയായ ഗിരീഷിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായും വഴിയിൽ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കിടെ ഇത്തരത്തിൽ വഴിയാത്രക്കാരനായ ഈ ആൽത്തറ സ്വദേശി കൂടിയായ വെള്ളയമ്പലം ആൽത്തറ സ്വദേശി കൂടിയായ ഗിരീഷിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുകയും ചെയ്യുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഇറങ്ങി നേരെ തന്നെ ഗിരീഷിൻ്റെ അടുക്കലേക്ക് എത്തുകയും ഇത്തരത്തിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പരിശോധിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥർക്ക് ഇത് വേണ്ട നിർദ്ദേശങ്ങളും ഗവർണർ കൈമാറി 15 മിനിറ്റോളം അവിടെ ഗിരീഷിനൊപ്പം ചെലവഴിച്ച ശേഷമാണ് നിലവിൽ ഗവർണർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. എന്തായാലും അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ നിരവധി റോഡപകടങ്ങളും എല്ലാം തന്നെ പശ്ചാത്തലമാവുകയും കൊടിവെച്ച കാറിൽ പല മന്ത്രിമാരടക്കം തലങ്ങും വിലങ്ങും പായുന്ന ഈ നിരത്തിലാണ് ഗവർണർ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരന് ഗവർണറുടെ സഹായമായിരിക്കുന്ന കാഴ്ച. എന്തായാലും 15 മിനിറ്റോളം ഗവർണർ ഔദ്യോഗിക വാഹനവും അല്ലെങ്കിൽ വാഹനവ്യൂഹത്തിൽ നിന്ന് ഇറങ്ങി ഗിരീഷിന് സഹായമായി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും വീട്ടുകാരെ അടക്കം ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ ഗിരീഷിൻ്റെ വീട്ടുകാരൊന്നും തന്നെ ഈ സമയം ഇവിടെ സ്ഥലത്ത് തിരുവനന്തപുരത്തില്ലായിരുന്നു. അവരെ തിരുവനന്തപുരത്തിന് പുറത്തായിരുന്നു. അവരെ എല്ലാം ഫോണിൽ മുഖേന ബന്ധപ്പെട്ട ശേഷം ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നടത്തിയ ശേഷമാണ് ഗവർണർ സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തത്. അമൽ. യെസ്, വ്യക്തമാണ്. തലസ്ഥാനത്ത് റോഡിൽ തലകറങ്ങി വീണ വഴിയാത്രക്കാരന് രക്ഷകനായിരിക്കുകയാണ് ഗവർണർ. വെള്ളയമ്പലം സ്വദേശി ഗിരീഷിനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സഹായം നൽകിയത്. ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടെ ഗിരീഷ് തലകറങ്ങി വീഴുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതോടെ ഉടൻ തന്നെ ഗവർണർ കാറിൽ നിന്നും പുറത്തിറങ്ങി ആശുപത്രിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. കെ വി ശ്യാമപ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.